ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓൾറൈറ്റ്, നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? റിപ്പോർട്ടഡ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലുള്ള വർത്തമാനം. ഓക്കെ, നൗ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. ആദ്യം ഇൻട്രഡക്ഷൻ തന്നു, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചേഞ്ച് ഓഫ് ടെൻസ്, ചേഞ്ച് ഓഫ് പേഴ്സൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചേഞ്ച് ഓഫ് adverbs of time and place. എന്ത് സംഭവിക്കുന്നതാണ്? ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ഞാൻ വായിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ വീണ്ടും ബോർഡിൽ നോക്കാം. ഓക്കെ, നൗ എന്ന് പറയുന്നത് ദെൻ നൗ. നൗ എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്പീച്ചിൽ നൗ ആണെങ്കിൽ ദെൻ നൗ. എക്സാമ്പിൾ ഉണ്ടോ? ഹി സെഡ് ഐ വിൽ മീറ്റ് യു നൗ. ഹി സെഡ് ദാറ്റ് ഹി വുഡ് മീറ്റ് ഹിം ദെൻ. ഉണ്ടോ? അതാണ് നൗ എന്നുള്ളത് ഡയറക്റ്റ് സ്പീച്ചിലാണെങ്കിൽ. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് പോകുമ്പോൾ അത് ദെൻ ആവും. രണ്ടാമത്തെ നോക്കിയേ, ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആവും. ഇതുകൊണ്ട് ഇത് തന്നെ നമുക്ക് ഒന്നുകൂടെ പറയാം. ഹി സെഡ് ഐ വിൽ മീറ്റ് യു ടുഡേ. ഹി സെഡ് ദാറ്റ് ഹി വുഡ് മീറ്റ് ഹിം ദാറ്റ് ഡേ. സ്വല്പം ഒന്ന് മാറ്റിയാൽ മതി, അപ്പം ദാറ്റ് ഡേ എന്നായി. ഉണ്ടോ? അടുത്തുണ്ടോ? അടുത്ത് ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ the following day now. Tomorrow എന്നുള്ളത് the next day അല്ലെങ്കിൽ the following day now. ഇതാണ് I will meet you tomorrow. നൗവിന് പകരം tomorrow ഇടുക. അപ്പം he said that he would meet him the next day. മനസ്സിലായോ? the next day ഇതാണ്. അല്ലെങ്കിൽ the following day. He would meet him next day or following day. അതാണ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്നുള്ളത് എന്താവും? ദ ഡേ ബിഫോർ അല്ലെങ്കിൽ ദ പ്രീവിയസ് ഡേ എന്നാവും. ദ ഡേ ബിഫോർ അല്ലെങ്കിൽ ദ പ്രീവിയസ് ഡേ. ഇത് കണ്ടോ? ഹി സെഡ് ഐ മെറ്റ് യു യെസ്റ്റർഡേ. ഹി സെഡ് ഐ മെറ്റ് യു യെസ്റ്റർഡേ. അപ്പോൾ അത് നമുക്ക് ഹി സെഡ് ദാറ്റ് ഹി വുഡ് മീറ്റ് ഹിം ദ ഫോളോയിങ് ഡേ. He said that he would meet him the following day അല്ലെങ്കിൽ the day before. മനസ്സിലായി? ഇനി അടുത്ത് വേണം ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് എന്നുള്ളത് the night before അല്ലെങ്കിൽ പ്രീവിയസ് നൈറ്റ് എന്നാണ്. ഇത് അങ്ങനെ എഴുതാം. He said I yesterday. നമ്മളെവിടെ എഴുതി? yesterday. He said I met you yesterday. അതിന് പകരം he said I met you last night എന്നാക്കി. അപ്പോൾ എന്ത് വരും? he said that he would meet him, he had met him the day before അല്ലെങ്കിൽ the night before അല്ലെങ്കിൽ the previous night എന്നാവും. ഒന്നുകൂടെ പറയാം, സംശയം ഉണ്ടെങ്കിൽ. he said I met you last night. He said I met you last night. Yesterday പകരം last night ഇടണം. എങ്ങനെ പറയും? He said that he had met him the night before അല്ലെങ്കിൽ the previous night. മനസ്സിലായി? അല്ലെങ്കിൽ ഒന്നില്ല പറയും the night before അല്ലെങ്കിൽ പറയും previous night. ഓക്കെ, അടുത്തത് നോക്കി. സൂൺ എന്നുള്ളത് ഷോർട്ട്ലി അല്ലെങ്കിൽ ബിഫോർ ലോങ് എന്നാവും. ഷീ സെഡ് ഐ വിൽ മീറ്റ് യു സൂൺ. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് മീറ്റ് ഹിം ഷോർട്ട്ലി അല്ലെങ്കിൽ ഷോർട്ട്ലി ബിഫോർ ലോങ്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് മീറ്റ് ഹിം ബിഫോർ ലോങ്. സൂൺ എന്നുള്ളത് ഒന്നിലെ ഷോർട്ട്ലി ആവും അല്ലെങ്കിൽ ബിഫോർ ലോങ് ആവും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ഹിയർ എന്നുള്ളത് സൂൺ, ഹിയർ എന്നുള്ളത് ദേർ ആവും. വളരെ സിമ്പിളാണ്. ഹിയർ ദേർ ആവും. ദിസ് വീക്ക് ദാറ്റ് വീക്ക് ആവും. നെക്സ്റ്റ് വീക്ക് ദ ഫോളോയിങ് വീക്ക് ആവും. നെക്സ്റ്റ് വീക്ക് എന്നുള്ളത് ദ ഫോളോയിങ് വീക്ക് ആവും. ഇതാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഷീ വുഡ് മീറ്റ് ഹിം ഷോർട്ട്ലി. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമുക്ക് ഷീ സെഡ് I will meet you here.
അതെങ്ങനെ വരും? She said that she would meet him there. Here എന്നുള്ളത് there. അടുത്തത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഷോർട്ടായിട്ടൊക്കെ എഴുതുന്നത്. ഓക്കെ, അടുത്തതൊക്കെ ഷീ സെഡ് ഐ വിൽ മീറ്റ് യു എവിടെ വരും? ഹിയർ ഐ വിൽ മീറ്റ് യു ദിസ് വീക്ക്. അപ്പം ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് മീറ്റ് ഹിം ദാറ്റ് വീക്ക്. ഇപ്പം നെക്സ്റ്റ് വീക്ക് ആണല്ലോ, ദ ഫോളോയിങ് വീക്ക്. She said, I will meet you the next week. Meet you next week. അത് വരുമ്പോൾ എങ്ങനെ വരും? She said that she would meet him next week. മനസ്സിലായി? അങ്ങനെ ചേഞ്ചസ് വരുത്തുക, അഡ്വേർബ്സിൻ്റെ ചേഞ്ച്. ഇനി അടുത്തത് നോക്കി, എഗോ. They said, we met them 2 years ago. They said that they had met them earlier. So ago എന്നുള്ളത് earlier. We met them 2 years ago. അപ്പോൾ അതിന് എന്താ സംഭവിക്കുന്നത്? They had met them earlier. മനസ്സിലായോ? അല്ലെങ്കിൽ ബിഫോർ എന്നായിരുന്നു മതി. Met them before. ഒന്നുകൂടെ പറയാം. They said we met them 2 years ago. They said that they had met them before. Ago എന്നുള്ളത് ബിഫോർ എന്നോ. മനസ്സിലായോ? വളരെ സിമ്പിളാണ് സംഗതി. ഇനി ഓൾറെഡി എന്താവും? നമ്മളിവിടെ ഷീ സെഡ് ഓൾറെഡി, ഇതിന് പകരം നമുക്ക് ഇതിട്ട് നോക്കാം. ഓക്കെ, ബിഫോർ. ദേ സെഡ് വി മെറ്റ് ദം ഓൾറെഡി. അപ്പം she said that they had met them before. അല്ലെങ്കിൽ they had met them at that time. Same thing. ഇനി still അതെടുക്കുമ്പോഴും he said she is still working. He said that she was working at that time. So still എന്നുള്ളത് at that time എന്നാണ്. Still എന്നുള്ളത് at that time എന്നാണ്. അതാണ് എക്സാമ്പിൾ ക്ലിയർ ആണല്ലോ. He said she is still working. അത് ഇപ്പോഴും വർക്ക് ചെയ്യണം. അപ്പം she said that she was working at that time. ഇനി nowadays എന്നുള്ളത് those days അല്ലെങ്കിൽ at that time എന്നാണ്. ഇപ്പം നമ്മൾ പറയാം he said boys are very playful nowadays. എഴുതിയിട്ടില്ല, നമ്മളൊന്നും ഉണ്ടാക്കുക. The boys are very playful nowadays. ഇപ്പം എന്നാ പറയും? He said that the boys were very playful those days അല്ലെങ്കിൽ at that time. The boys are very playful nowadays. അത് those days നാവും അല്ലെങ്കിൽ എന്താകും? at that time now. Boys were playful those days അല്ലെങ്കിൽ at that time. ഇനി അടുത്തോളം വളരെ സിമ്പിളാണ്. ഹിയർ, there, this, that, there തന്നെ, നിയർ ബൈ തന്നെ. ഫോർ എക്സാമ്പിൾ I said that. He says he said we will meet there. Here he said we will meet there. He said that they would meet there. വളരെ സിമ്പിൾ അല്ലേ? ഹിയർ എന്നുള്ള there എന്നാണ്. അതുപോലെ this, that ആവും. He said bring this book is yours. അപ്പം indirect ആകുമ്പോൾ he said that book was theirs. there മാറ്റില്ല, ആൻഡ് നിയർ ബൈക്കും മാറ്റില്ല. He said that we are living nearby. He said that they were living nearby. He said that we are living there. He said that they were living there. ഒരു മാറ്റമില്ല.
അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം. ചിലപ്പോൾ എഴുത്ത് അത്ര ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എഴുതിയെടുക്കാം. ഓക്കെ, ഹിയർ ബിഗിൻസ്. ചേഞ്ച് ഓഫ് അഡ്വേർബ്സ്. നമ്മൾ ആദ്യം ചേഞ്ച് ഓഫ് ടെൻസ്, ചേഞ്ച് ഓഫ് പേഴ്സൺ, നൗ ചേഞ്ച് ഓഫ് അഡ്വേർബ്സ്. ഈ ആദ്യത്തെ കോളത്തിൽ കാണുന്നതല്ല, ഈ വശത്ത് എഴുതിയിരിക്കുന്നതെല്ലാം ഡയറക്റ്റ് സ്പീച്ച്. അതിന് തത്തുല്യമായ ഇൻഡയറക്റ്റ് സ്പീച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നൗ, ദെൻ ആവും, ടുഡേ ദാറ്റ് ഡേ ആവും, ടുമാറോ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ, യെസ്റ്റർഡേ ദ ഡേ ബിഫോർ അല്ലെങ്കിൽ ദ പ്രീവിയസ് ഡേ, ലാസ്റ്റ് നൈറ്റ് ദ നൈറ്റ് ബിഫോർ അല്ലെങ്കിൽ ദ പ്രീവിയസ് നൈറ്റ്, സൂൺ ഷോർട്ട്ലി അല്ലെങ്കിൽ ബിഫോർ ലോങ്, ഹിയർ ദെയർ, ദിസ് വീക്ക് ദാറ്റ് വീക്ക്, നെക്സ്റ്റ് വീക്ക് ദ ഫോളോയിങ് വീക്ക്, എഗോ ബിഫോർ അല്ലെങ്കിൽ ഏർലിയർ, already before or അല്ലെങ്കിൽ at that time, still by then or at that time, nowadays, those days അല്ലെങ്കിൽ at that time, here there, this that there, അത് തന്നെയാണ് നിയർ ബൈ there ആണ്. ഹിയർ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, അത് റെപ്പറ്റീഷനാണ്, വിഷമിക്കാനൊന്നുമില്ല. 2 പ്രാവശ്യം ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. നമ്മളെ കൺഫ്യൂസ് ചെയ്യില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇനിയിപ്പം ജനറൽ ആയിട്ടുള്ള എല്ലാം കഴിച്ചു. ആദ്യം ഞാൻ എൻ്റെ ഒരു പൊതുതത്വം ഞാൻ പറഞ്ഞു തന്നു. അതിനുശേഷം ചേഞ്ച് ഓഫ് ടെൻസ്, ചേഞ്ച് ഓഫ് പേഴ്സൺ, ചേഞ്ച് ഓഫ് അഡ്വേർബ്സ്. ഇനി നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് അടുത്ത ക്ലാസ്സിൽ കിടക്കും. അതെന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് പലതരം സെൻറ്റൻസുകൾ, പലതരം വാക്യങ്ങളെ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് ആക്കുന്നത്. ഇംഗ്ലീഷിലാകപ്പാടെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നത് 4 തരം സെൻറ്റൻസാണ്. അത് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിനെ ഓരോ സെൻറ്റൻസിനെയും ഓരോ പ്രത്യേകതരം സെൻറ്റൻസുകളെയും എങ്ങനെയാണ് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.